എൻ്റെ പേര് ഡോക്ടർ ഹാരിസ്, കുട്ടികളുടെ ഡോക്ടറാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് 5 മാസത്തിന് താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങളുള്ള രക്ഷിതാക്കളുടെ ഏറ്റവും വലിയ വെല്ലുവിളി അല്ലെങ്കിൽ പ്രശ്നമായിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ്. മറ്റൊന്നുമല്ല, അവരിൽ ഉണ്ടാകുന്ന ഒരു കാരണവും കൂടാതെയുള്ള കരച്ചിൽ, അഥവാ ഇൻഫൻറ്റൈൽ കോളിക് എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു അവസ്ഥ. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം എന്താണ് ഇൻഫൻറ്റൈൽ കോളിക്. അപ്പോൾ ഇൻഫൻറ്റൈൽ കോളിക് എന്ന് പറഞ്ഞാൽ കുട്ടികളിൽ, പ്രത്യേകിച്ച് 5 മാസത്തിന് താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങളിൽ ഒരു കാരണവും കൂടാതെ വളരെ പീക്കായിട്ട് മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ആ കരച്ചിലിനെയാണ് ഇൻഫൻറ്റൈൽ കോളിക് എന്ന് പറയുന്നത്. അപ്പം അത് മനസ്സിലാക്കാൻ വേണ്ടി, അതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഏറ്റവും എളുപ്പമുള്ള ഒരു വഴിയുണ്ട്. അതെന്ന് പറയുന്നത്, ആ കരച്ചിലിനെ നമ്മൾ പർപ്പിൾ ക്രൈ എന്നാണ് അറിയപ്പെടുക. ഇംഗ്ലീഷ് വാക്ക് പർപ്പിൾ. അപ്പോൾ അതിലെ ഓരോ വാക്കും നമ്മൾ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഫൻറ്റൈൽ കോളിക് എന്താണെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ പർപ്പിളിലെ ആദ്യത്തെ പീക്ക്, അതായത് ഇതുവരെ കണ്ടതിലെ ഏറ്റവും വലിയ കരച്ചിൽ, വളരെ ശക്തമായ കരച്ചിലാണ് ആ പീക്ക് എന്നുള്ള വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് എന്ന് പറയുന്നത് അൺഎക്സ്പെക്റ്റഡ്, ഒട്ടും പ്രതീക്ഷിക്കാതെ. ചിലപ്പോൾ നമ്മൾ കുട്ടി നല്ല രീതിയിൽ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കരച്ചിൽ തുടങ്ങും. അതുപോലെ തന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ, അല്ലെങ്കിൽ കുറച്ച് അധികം സമയം കഴിയുമ്പോൾ കഴിഞ്ഞു പോകും, ആ കരച്ചിലാണ് നിൽക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കുട്ടി ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും, കളിച്ച് ചിരിച്ച് നിൽക്കും. പിന്നെ കുറച്ച് അധികം സമയം കഴിഞ്ഞിട്ട് ഇതുപോലെ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് വീണ്ടും കരച്ചിൽ തുടങ്ങും. അതാണ് അൺഎക്സ്പെക്റ്റഡ്. നെക്സ്റ്റ് ആർ എന്നുള്ള വാക്ക് സൂചിപ്പിക്കുന്നത് റെസിസ്റ്റൻസ് ടു സൂത്തനിങ്. അതായത് നമ്മൾ ഒരു തരത്തിൽ കുഞ്ഞിനെ സൂത്തൻ ചെയ്യാൻ ശ്രമിച്ചാലും കുട്ടി കരച്ചിൽ മാറ്റൂല. അടുത്ത പി എന്ന് പറയുന്നത് പെയിൻ ലൈക്ക് ഫേസ്. അതായത് കുട്ടിക്കൊരു വേദന ഉള്ള പോലത്തെ ഒരു മുഖമാണ് ആ സമയത്ത് കുട്ടി കാണിക്കുക. അടുത്ത എൽ എന്ന് പറയുന്നത് ലോങ് ലാസ്റ്റിംഗ്. അതായത് കുറേ സമയത്തോട്, ചിലപ്പോൾ 2, 3, 4 മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന കരച്ചിലാവും. അടുത്ത ഇ എന്ന് പറയുന്നത്, പർപ്പിളിലെ ഇ എന്ന് പറയുന്നത് ഈവനിങ്. ഇത് കൂടുതലും നൈറ്റ് അല്ലെങ്കിൽ ഈവനിങ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ പർപ്പിൾ എന്നുള്ള വാക്കുകൾ കൊണ്ട് നമ്മൾ പറയുന്ന ആ ക്യാരക്ടേഴ്സ് എല്ലാം കൂട്ടി വെച്ചാൽ കിട്ടുന്ന ഒരു കരച്ചിലുണ്ടല്ലോ, അതിനാണ് നമ്മൾ ഇൻഫൻറ്റൈൽ കോളിക് എന്ന് പറയുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ, ഒരു കാരണവും ഇല്ലാതെ, എന്താണ് കാരണം എന്ന് പോലും അറിയാതെ വൈകുന്നേരങ്ങളിൽ കൂടുതലും ആയിട്ട് കുട്ടികളിൽ ഉണ്ടാകുന്ന കരച്ചിൽ, അത് ചിലപ്പോൾ മണിക്കൂറുകളോളായിരിക്കും, ഭയങ്കര ഉച്ചത്തിലുള്ളതായിരിക്കും. കുട്ടി ഒരു വേദന ഉള്ള പോലെ മുഖം വെച്ച് കരയും. അപ്പം അങ്ങനെയുള്ള ആ കരച്ചിലിനെയാണ് ഇൻഫൻറ്റൈൽ കോളിക് എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് ഇതിന് കാരണം? ഇതിന് കാരണം ഒരു പരിധിവരെ നമുക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. പല തിയറീസ് പറയുന്നുണ്ട്. വയറുവേദനയാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വേദനകളാകാം, കുട്ടിയുടെ വയറിനകത്തുള്ള ഗട്ട് ബാക്ടീരിയയിൽ ഉണ്ടാകുന്ന കുറച്ച് മാറ്റങ്ങൾ, അങ്ങനെ പല തിയറികൾ പറയുന്നുണ്ടെങ്കിലും ഇതാണ് കാരണം എന്ന് ചൂണ്ടിക്കാണിക്കാൻ മാത്രമുള്ള ഒരു കാരണം ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. മിക്കപ്പോഴും, അല്ലെങ്കിൽ മിക്ക രക്ഷിതാക്കളും വിചാരിക്കുന്നത് വയറുവേദന മാത്രമാണെന്ന്. അല്ല, എല്ലാ കുട്ടികൾക്കും വയറുവേദന അല്ല ഈ കരച്ചിൽ കാരണം. അതിന് ഒരു ഒറ്റ ഉത്തരം പറയാൻ നമുക്ക് അറിയില്ല എന്നുള്ളതാണ് അതിന് പറയാനുള്ളത്. അപ്പം ഇനി അടുത്ത ചോദ്യം, ഇതിനെ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം, അല്ലെങ്കിൽ ഇതിന്റെ ചികിത്സ എന്താണെന്നുള്ളതാണ് നിങ്ങൾ പാരൻസ് അറിഞ്ഞിരിക്കേണ്ടത്. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ്, അല്ലെങ്കിൽ ആദ്യത്തെ കാര്യം, കുട്ടികൾ ഇങ്ങനെ അമിതമായി കരയാനുള്ള മറ്റ് നമുക്ക് അറിയുന്ന കാരണങ്ങളൊന്നുമില്ല എന്ന് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഉറപ്പുവരുത്തുക. അവിടെയാണ് ഒരു ഡോക്ടറുടെ സഹായം വേണ്ടത്. അപ്പോൾ ഇങ്ങനെ സാധാരണ കുട്ടികളിൽ ഉണ്ടാകുന്ന ഈ രാത്രിയുള്ള അമിതമായ കരച്ചിൽ കാരണം മിക്കവാറും രക്ഷിതാക്കൾ രാത്രി 10 മണിക്കും 12 മണിക്കൊക്കെ കുട്ടിയെ എടുത്ത് കാഷ്വാലിറ്റിയിൽ വരാറുണ്ട്. അപ്പോൾ ആദ്യത്തെ കാര്യം, നമ്മൾ ഒരു ഡോക്ടറുടെ സഹായത്തോടു കൂടി കുട്ടി ഇങ്ങനെ കരയുന്നുണ്ടെങ്കിൽ അതിന് മറ്റ് മെഡിക്കൽ കാരണങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുക, പരിശോധിച്ച് ഉറപ്പുവരുത്തുക. അപ്പം ആദ്യം നിങ്ങളൊരു ഡോക്ടറെ അടുത്ത് കൺസൾട്ട് ചെയ്യേണ്ടതുണ്ട് എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഡോക്ടറെ അടുത്ത് പോകുന്നത് ആ വേദന മാറാനോ അല്ലെങ്കിൽ കരച്ചിൽ മാറാനോ അല്ല, മറ്റ് സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ മാത്രമാണ്. അതെന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്? അങ്ങനെ പറയാൻ കാരണം, നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോയി തിരിച്ച് വീട്ടിൽ പോയാലും ഈ കരച്ചിൽ മാറാൻ സമയമെടുക്കും. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് മനസ്സിലായല്ലോ, ഡോക്ടറെ അടുത്ത് പരിശോധിക്കുക. അപ്പോൾ ഈ ഡോക്ടറെ അടുത്ത് പോകുന്നതിൻ്റെ മുമ്പ് ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കാം. അതായത് കുട്ടി ഇപ്പോൾ പാലിന് വേണ്ടിയാണോ കരയുന്നത്, ഡയപ്പർ ഏരിയാസിലോ വല്ല മുറിവ് വല്ലതും ഉണ്ടോ, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ആദ്യം നിങ്ങൾ നോക്കുക. എന്നിട്ട് ഡോക്ടറെ അടുത്ത് പോവുക. കുട്ടിക്കൊരു സീരിയസ് ആയിട്ടുള്ള അസുഖമൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് മറ്റൊന്നുമല്ല, രക്ഷിതാക്കൾ ഈ അവസ്ഥയെക്കുറിച്ച് പൂർണ്ണ ബോധ്യവാന്മാരായിരിക്കുക. അതായത് ഇത് കുട്ടികളിൽ 3 ആഴ്ച തൊട്ട് 5 മാസം വരെ ഉള്ള സമയങ്ങളിൽ, ആ ഒരു പ്രായത്തിൽ
കുട്ടികളുടെ സ്വാഭാവിക വളർച്ചയുടെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ഒരു സ്വഭാവം മാത്രമാണെന്നും ഇത് വലിയൊരു അസുഖമല്ല എന്നും നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അത് നിങ്ങൾ ഉൾക്കൊണ്ടില്ല, അത് നിങ്ങൾ മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഈ കുട്ടിയുടെ കരച്ചിൽ കണ്ട് നിങ്ങൾക്ക് വിഷമാവും. അപ്പോൾ ഒരു ഡോക്ടർ പരിശോധിച്ച് ഡോക്ടർ പറയാണ് ഇത് പ്രശ്നമൊന്നുമില്ല, ഇൻഫൻറ്റൈൽ കോളിക് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം നിങ്ങളെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം, ഇത് പ്രശ്നമുള്ള കണ്ടീഷനല്ല, ഇത് കുറച്ച് ദിവസം അങ്ങനെ ഉണ്ടാവും, എൻ്റെ ഉറക്കം ഒരുപാട് ഇതുകൊണ്ട് നഷ്ടപ്പെട്ടേക്കാം, മാത്രമല്ല ഇപ്പോൾ ഇത് മാറിയാലും പിന്നീടും ഇത് വരാം, കുട്ടി ഒരു 5 മാസം അല്ലെങ്കിൽ 6 മാസം ആകുന്നത് വരെ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കാം എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും നിങ്ങൾക്കത് സ്ട്രെസ്സാണ്. അപ്പോൾ നിങ്ങൾ ഈ കാര്യം ഉൾക്കൊള്ളുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ ഡോക്ടറെ അടുത്ത് വീണ്ടും വീണ്ടും പോയി കണ്ടിട്ടോ അല്ലെങ്കിൽ മരുന്ന് മാറ്റിയിട്ടോ ഒന്നും പ്രത്യേകിച്ച് കാര്യമില്ല. മരുന്നിനെ കുറിച്ച് പറയുന്നിടത്ത് ഞാൻ അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞുതരാം. അപ്പം അതാണ് രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളത്. ഇനി മൂന്നാമത്തെ കാര്യം, ഡയറ്റ് ചേഞ്ചസ്. എന്തെങ്കിലും പ്രത്യേക ഡയറ്റ് ചേഞ്ച് വേണ്ടതുണ്ടോ? ഇല്ല. എന്നിരുന്നാൽ പോലും ഏതെങ്കിലും ഒരു പ്രത്യേക ഡയറ്റ് അല്ല ഇതിന് കാരണം എന്നുണ്ടെങ്കിൽ കൂടി, അഥവാ ഈ കരച്ചിൽ വന്നതിൻ്റെ കുറച്ച് ദിവസം മുമ്പ് അമ്മ പശുവും പാല് പുതുതായിട്ട് തുടങ്ങുകയോ, അല്ലെങ്കിൽ ഇതുവരെ പശുവും പാല് കഴിക്കാത്ത അമ്മ പെട്ടെന്ന് പശുവും പാല് കഴിക്കുക, അല്ലെങ്കിൽ കുട്ടിക്ക് പശുപാൽ അടങ്ങി എന്തെങ്കിലും നിങ്ങൾ കൊടുത്തു, 5-6 മാസത്തിന് മുമ്പ് ഒന്നും കൊടുക്കാൻ പാടില്ല, എന്നിരുന്നാലും നിങ്ങൾ കൊടുത്തു, അങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ അമ്മ എന്തെങ്കിലും പുതിയതായിട്ടുള്ള ഈ കഷായം അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ഒരു സാധാരണ കഴിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ വല്ല സാധനങ്ങൾ കഴിച്ചോ നോക്കുക. ചിലപ്പം അങ്ങനെ വരുന്ന സമയങ്ങളിലും കുട്ടിക്ക് വയറിന് അസ്വസ്ഥത വന്ന് ഇതുപോലെ കരയാറുണ്ട്. അപ്പോൾ അതാണ് ഡയറ്റുമായി ബന്ധപ്പെട്ടത്, അല്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേക ഡയറ്റുമായി ഇതിന് ബന്ധമില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഇനി നാലാമത്തെ കാര്യം, മരുന്നുകൾ. ഇതിനെ പ്രോപ്പറായി വളരെ നല്ല രീതിയിൽ, വളരെ ശക്തമായ രീതിയിൽ അല്ലെങ്കിൽ വളരെ എഫക്റ്റീവായി ഇതിനെ ചികിത്സിക്കാൻ മരുന്നുകളുണ്ടോ? ഒറ്റ ഉത്തരവാണ്, ഇല്ല. പല മരുന്നുകളും ഞങ്ങൾ ഡോക്ടർമാർ ഇതിനു വേണ്ടി കൊടുക്കാറുണ്ട്. വയറുവേദനയുടെ മരുന്ന് കൊടുക്കാറുണ്ട്, പ്രോബയോട്ടിക്സ് കൊടുക്കാറുണ്ട്, അമ്മയുടെ മുലപ്പാലിനെ ദഹിപ്പിക്കാനുള്ള ലാക്ടേസ് എന്ന് പറഞ്ഞ മരുന്നുകൾ കൊടുക്കാറുണ്ട്. പക്ഷെ ഇതൊന്നും ഒരു 100% തെളിയിക്കപ്പെട്ട അല്ലെങ്കിൽ 100% ഇത് എഫക്റ്റീവ് ആണെന്ന് പറയാൻ സാധിക്കാറില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടത് അമ്മയെ അല്ലെങ്കിൽ അച്ഛനെ ഇത് പറഞ്ഞ് മനസ്സിലാക്കുക, നിങ്ങൾ ഈ കാര്യം ഉൾക്കൊള്ളുക, പിന്നീട് ഇതുപോലത്തെ സപ്പോർട്ടീവ് മെഡിക്കേഷൻസ് കഴിക്കുക. കാരണം ഒരു ചെറിയ ശതമാനം കുട്ടികൾ അത് ചില മാറ്റങ്ങൾ സഹായം ചെയ്യുന്നതായി കാണുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ മരുന്നൊക്കെ കൊടുക്കുന്നത്. അല്ലാണ്ട് 100% ഈ മരുന്ന് കൊണ്ട് മാറുമെന്ന് ഉറപ്പ് പറയാൻ കഴിയില്ല. ഇനി അവസാനത്തെ ഒരു വഴി എന്ന് പറയുന്നത്, കുട്ടിക്ക് ഒരു പരിധി വരെ ആശ്വാസം കിട്ടാനുള്ള കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പുകൾ നമ്മൾ കൈക്കൊള്ളുക. ആ കുഞ്ഞു സ്റ്റെപ്പുകളെ വളരെ എളുപ്പത്തിൽ ഓർക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ പറയാം, 5S, അതായത് 5 Sകൾ. ഏതൊക്കെയാണ് 5 S? ഒന്നാമത്, കുഞ്ഞിനെ സ്വാഡിൽ ചെയ്യുക, ഇങ്ങനെ കവർ ചെയ്ത് വെക്കുക. 2, കുഞ്ഞിനെ ഷോൾഡറിലോട്ട് എടുത്തു വെക്കുക, കുഞ്ഞിൻ്റെ വയറ് നമ്മളെ ഷോൾഡറിലാവുന്ന രൂപത്തിൽ എടുത്തു വെക്കുക, അല്ലെങ്കിൽ സൈഡ് ചെരിച്ച് കിടത്തുക. 3ാമത്തെ S, ഒരു സിംഗിങ്, കുട്ടിക്ക് ചെറിയൊരു പാട്ട് പാടിക്കൊടുക്കുക. അടുത്ത S ആണ് സ്വയിങ്, നമ്മൾ കുട്ടിയെ ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കുക, ഇങ്ങനെ ചുമ്മാ ആട്ടുക പാട്ട് പാടിക്കൊണ്ട്. അടുത്ത S ആണ് സക്കിങ്, അതായത് കുട്ടിക്ക് ഒരു നിപ്പിൾ, അതായത് നമ്മുടെ പാസിഫയറോ മറ്റോ തീമ്പാൻ വേണ്ടി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ 5 Sകൾ ചെയ്തുകൊണ്ട് ഒരു പരിധി വരെ നമുക്ക് ഈ കുട്ടിയുടെ കരച്ചിൽ കുറച്ചൊരു ആശ്വാസം വരുത്താൻ പറ്റാറുണ്ട് ചിലപ്പോഴൊക്കെ. ചിലപ്പം എന്ത് ചെയ്താലും കുഞ്ഞിക്ക് അറിയില്ല. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് കുഞ്ഞിൻ്റെ ഈ ഒരു പ്രായത്തിൻ്റെതായ മാറ്റമാണ്. ഇതിന് നമ്മൾ എത്ര ഡോക്ടറെ മാറ്റി കാണിച്ചിട്ടോ അല്ലെങ്കിൽ എത്ര മരുന്ന് കഴിച്ചിട്ടോ ചിലപ്പം പെട്ടെന്ന് മാറില്ല. അതൊരു സ്വാഭാവിക സംഭവമാണ്. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക, ഇതിനെക്കുറിച്ച് പൂർണ്ണമായ ഒരു അറിവ് ഉണ്ടാക്കി വെക്കുക. അതല്ലാതെ നിങ്ങൾ ഇതിന് ഏതെങ്കിലും ഒരു ആയുർവേദിക് അല്ലെങ്കിൽ മറ്റ് എവിഡൻസ് ബേസ്ഡ് അല്ലാത്ത റെമഡീസ് എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അരച്ചു കൊടുത്തുകൊണ്ടോ ഒരു കാര്യമില്ല. അപ്പോൾ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇതാണ് ഇൻഫൻറ്റൈൽ കോളിക്കിനെ കുറിച്ചുള്ള എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബ്രീഫ്. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതി ചോദിക്കാം. നമസ്കാരം.